ഈമാനിൻ്റെ വില അറിയുന്നവർക്കാണ് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഈമാനിനൊരു വലിയ വിലയുണ്ട്. അതുകൊണ്ടാണ് സകലതും മക്കയിൽ ബാക്കിയാക്കി മദീനയിലേക്ക് സ്വഹാബത്ത് പലായനം ചെയ്തത്. ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യവും തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബവും തങ്ങളുടെ പ്രിയപ്പെട്ട നാടുമെല്ലാം ഉപേക്ഷിച്ച് സ്വഹാബത്ത് മദീനയിലേക്ക് പലായനം ചെയ്തത് അവരുടെ ഈമാനിൻ്റെ വിലയാണ്. ഈമാനിനോടുള്ള അവർക്കുള്ള വല്ലാത്ത ആഗ്രഹമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ വില നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മമാരൊക്കെ പറയുന്നത്, അതല്ലെങ്കിൽ ഷുഗർ രോഗികളും പ്രഷർ രോഗികളും കൊളസ്ട്രോളൊക്കെ ഉള്ളവർ പറയാറുണ്ട്, ഒരു വിറക്കെ വരുമ്പോൾ അതല്ലെങ്കിൽ കുഴച്ചിലൊക്കെ വരുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഈ ആഴ്ച ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്, ഒന്ന് പോയി നോക്കണം, കൂടിയിട്ടുണ്ട് തോന്നുന്നു എന്നാണ്, അല്ലെങ്കിൽ ഇടയ്ക്കെന്തോ കുറച്ചിൽ സംഭവിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, കണ്ണൊക്കെ വല്ലാണ്ട് മയങ്ങുന്ന പോലെ, ഇങ്ങനെയൊക്കെ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കൊളസ്ട്രോളിൻ്റെയും ഷുഗറിൻ്റെയും മറ്റു രോഗങ്ങളുടെയും ഒക്കെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അടുത്ത് BP ചെക്ക് ചെയ്യുന്ന, സൗജന്യമായി BP ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഒരുപാട് ആളുകളാണ് പോയത് ചെക്ക് ചെയ്യാൻ. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ രോഗങ്ങൾ ചെക്ക് ചെയ്യാൻ പരിശോധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, വേണ്ട എന്നല്ല. പക്ഷേ ഇടയ്ക്കെങ്കിലും എന്തോ റബ്ബേ ജമാഅത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ആ പഴയ ഈമാൻ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ, എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുക. ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത് ആ മയ്യത്ത് മറമാടുന്നതിൻ്റെ പരിസരത്ത് നിന്ന് തസ്ബീത്ത് ചെല്ലുമ്പോൾ, പണ്ടൊക്കെ ഒരു ജനാസയെ പിൻപറ്റുമ്പോഴും ജനാസ കാണുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായ തഖ്വ, ആ ഒരു ഈമാൻ, റബ്ബെ എന്തേ ഇപ്പോൾ എനിക്കില്ലേ എന്നൊരു പേടിയും ബേജാറും പ്രിയമുള്ളവരെ നമുക്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. മഹാനായ സ്വഹാബി വര്യൻ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഇൽമ് അവൻ എപ്പോഴും പരിശോധിക്കുന്നതാണ്. യതആഹദു ഈമാനഹു വമാ നഖസ മിൻഹു, അവൻ്റെ ഈമാനിനെ കുറിച്ച് അവൻ എപ്പോഴും പരിശോധിക്കും, അതിനെന്തു പറ്റുന്നു. വമിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ അമുസ്ദാദുൻ ഹുവ അം മുൻതഖിസ്, നമ്മളെപ്പോഴും ചിന്തിക്കണം എന്നുള്ളതാണ്, ഞാനിപ്പോൾ ഈമാനിൽ ഏത് ലെവലിലാണ്, ഈമാൻ കൂടിയ അവസ്ഥയാണോ അതല്ല ഈമാൻ കുറഞ്ഞ അവസ്ഥയാണോ. നമ്മുടെ രോഗങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത് പോലെ നമ്മൾ നന്നായി പരിശോധിക്കേണ്ട ഒരളവാണ് ഈമാനിൻ്റെ അളവ് എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ അവർ നന്നായി പരിശോധിച്ചിരുന്നു. അവരിടക്കിടക്ക് ഈ അളവ് കൂട്ടാനുള്ള മാർഗങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഹലുമ്മു വരീം നസ്ദാദു ഈമാന, നമുക്കൊന്ന് കൂടിയിരുന്ന് നമ്മുടെ ഈമാനൊന്ന് വർദ്ധിപ്പിക്കാം എന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയും, ഇജ്ലിസു ബിനാ നസ്ദാദു ഈമാനൻ, നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് നമ്മുടെ ഈമാനൊന്ന് വർദ്ധിപ്പിക്കാം. ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ സിദ്നി ഈമാന, അല്ലാഹുവേ എനിക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ എന്ന്. ഇതൊക്കെ നമ്മുടെ സ്വഹാബത്തിൻ്റെ അവസ്ഥയാണ്. സഹോദരങ്ങളെ, ഈമാൻ പറ്റ കുറയും ചെയ്യും, ഈമാൻ നല്ല കൂടും ചെയ്യും. ആ അവസ്ഥ ഉണ്ട്. ഇമാം അഹമ്മദിനോട് ചോദിക്കുന്നുണ്ട്, ഈമാൻ കൂടോ ഈമാൻ കുറയോ? ഈമാൻ കൂടും കുറയും എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഒരു വിശ്വാസമാണ്. അതിൽ നിന്ന് പിഴച്ചുപോയ ആളുകൾ അവരുടെ ഭാഷയിൽ ഈമാനിന് വർധനവില്ല, ഈമാൻ ഒരു ഷൈഉൻ ജാമിദ്, ഇങ്ങനെ നിൽക്കുന്ന ഒന്നാണ്, പോയാൽ മൊത്തം പോയി കിട്ടിയാൽ മൊത്തം കിട്ടി, അങ്ങനെയാണ് അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ച ചില ആളുകളുടെ വാദം. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വാദപ്രകാരം ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഒരിക്കൽ ഇമാം അഹ്മദ് റഹിമഹുല്ലയോടൊക്കെ ചോദിച്ചപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞു, ഈമാൻ ആകാശം വരെ ഉയരുന്ന, 7 ആകാശത്തിൻ്റെ അപ്പുറം വരെ ഈമാൻ എന്ത് ചെയ്യും? ഉയരും. അതേ രൂപത്തിൽ തന്നെ 7 ഭൂമികൾക്ക് താഴെയിലേക്ക് ഈമാൻ താഴുകയും ചെയ്യുമെന്നാണ്. അത്ര തരം താഴാൻ മനുഷ്യനെ കൊണ്ട് കഴിയും ഈമാനിൻ്റെ വിഷയത്തിൽ. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ല പറയുന്നുണ്ട്, ഇതേ രൂപത്തിൽ തന്നെ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും. ചിലപ്പോൾ അത് ആകാശത്തോളം ഉയരും, ചിലപ്പോൾ അത് ഭൂമിയോളം തരം താഴുകയും ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ഒരു പരിശോധന,
ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഇരുന്ന് പടച്ചോൻ ഇന്നത്തെ എൻ്റെ ഈമാൻ്റെ അവസ്ഥ എന്താണ്, അതല്ലെങ്കിൽ ഒരാഴ്ചയിലെങ്കിലും ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്കൊന്ന് നമ്മുടെ ഈമാനിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് എന്തോ പ്രശ്നമുണ്ട്, എന്തൊക്കെയോ വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈമാനിനെ എന്തൊക്കെയോ സാരമായി ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് നന്നാവണം, എൻ്റെ ഈമാനൊന്ന് കൂട്ടണം, അതിന് ഇൻഷാ അല്ലാ QHLS ക്ലാസ്സിൽ കുറച്ചുകൂടെ അറ്റൻറ്റീവ് ആവണം, ഖുതുബക്ക് കുറച്ചുകൂടെ ഒന്ന് നേരത്തെ വരണം, കുറച്ചുകൂടെ ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ഒരു പരിശോധനയും തീരുമാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓടും. ഒരടിമയുടെ ഏറ്റവും നല്ല തൗഫീഖായി ഇമാം നാസിർ സഅദി റഹിമഹുല്ല പറയുന്നത്, അള്ളാഹുവിൽ നിന്ന് തൗഫീഖ് കിട്ടിയ ഒരടിമ 2 കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയവരാണെങ്കിൽ അൽ അബ്ദുൽ മുവഫഖ്, തൗഫീഖുള്ള ഒരടിമ, ആ അടിമ എങ്ങനെയായിരിക്കും? എപ്പോഴും ഈമാനിനെ യാഥാർത്ഥ്യമാക്കാൻ, തഹ്കീക്ക് ചെയ്യാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മുടെ ഈമാനിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കും. രണ്ടാമത്തേത്, ഈമാൻ കുറക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാൻ അവർ ശ്രദ്ധിക്കുന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങൾ, നമുക്ക് 2 കാര്യങ്ങളാണ് ഈ ജീവിതത്തിൽ ചെയ്യാനുള്ളത്. 2 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയ അടിമ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത്. അതൊന്നെന്താ? നമ്മുടെ ഈമാനിനെ പരിശോധിക്കുക, അത് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. രണ്ടാമത്തത്, നമ്മുടെ ഈമാനിനെ കുറക്കുന്നതായ സംഗതികളെ പഠിച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പോഴാണ് ഈമാനിൻ്റെ ഒരു മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ഈമാനിനൊരു വല്ലാത്ത മധുരമുണ്ട്. നമ്മൾ അനുഭവിച്ച അറിവുകളിലും നമ്മൾ കഴിച്ച ഭക്ഷണത്തെക്കാൾ, നമ്മൾ രുചിച്ച രുചിയൂറും വിഭവങ്ങളെക്കാൾ കൂടുതൽ മനസ്സുകൊണ്ട് രുചിക്കാൻ പറ്റുന്ന ഒരു വല്ലാത്ത അനുഭവം ഈമാനിനുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരുടെ സലഫുകളൊക്കെ അവരുടെ ജീവിതത്തിൽ മറ്റെന്ത് മാറ്റിവെച്ചാലും അവരുടെ ജീവിതത്തിൽ അവർക്ക് വലുത് ഈമാനായത്. കാരണം അതിനൊരു പ്രത്യേക ഹലാവത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഹലാവത്തുൽ ഈമാൻ കിട്ടുന്നതാണ്. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ ദാക തുഅമൽ ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടു, ദീനുൽ ഇസ്ലാമിനെ തൻ്റെ മതമായി തൃപ്തിപ്പെടുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി അംഗീകരിച്ച് തൃപ്തിപ്പെടുകയും ചെയ്താൽ ദാക തുഅമൽ ഈമാൻ, അവൻ ഈമാനിൻ്റെ മധുരം അനുഭവിക്കുന്ന. മറ്റൊരു ഹദീസിൽ കാണാം, സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ആരുടെ ജീവിതത്തിലാണോ 3 കാര്യങ്ങളുള്ളത് അവൻ ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ പറ്റും. അയ്യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമാ. ഒന്നാമത്തെ കാര്യം അതാ, അള്ളാഹുവിനെയും റസൂലിനെയും മറ്റെല്ലാറ്റിനേക്കാളും സ്നേഹിക്കുക. പ്രിയമുള്ളവർ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഉമ്മയെ സ്നേഹിക്കാറുണ്ട്. നമ്മളൊക്കെ നമ്മളെ ഉമ്മാരെ സ്നേഹിക്കുന്നവരാ. ഒരു പക്ഷെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കരയും. ഉമ്മാനെക്കുറിച്ചൊരു കുത്തുബ കേട്ടാൽ നമ്മളൊക്കെ കരയും. ഉമ്മയുടെ ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളിങ്ങനെ അറിയാതെ വിതുമ്പിപ്പോകും, കണ്ണെന്ന് അറിയാതെ കണ്ണീരൊഴുകും. എന്തുകൊണ്ടാണ്? ആ ഉമ്മ നമ്മളെ പോറ്റി, ആ ഉമ്മ നമ്മളെ 10 മാസം ഗർഭം ചുമന്നു. നമുക്ക് വേണ്ടി ആ ഉമ്മ വല്ലാതെ നമ്മളെ സ്നേഹിച്ചു, നമ്മളെ വല്ലാതെ താലോളിച്ചു. പക്ഷെ പ്രിയമുള്ളവരെ, അതേ കാര്യം നമ്മൾ നമ്മുടെ റബ്ബിലേക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കി. ഇത്ര വർഷങ്ങളായി റഹ്മാനായ റബ്ബ് നമുക്ക് അതേ രൂപത്തിലുള്ള എല്ലാ പോറ്റലും അള്ള നടത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മ പരിപാലിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ട എല്ലാം നൽകി നമ്മളെ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്, വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. അല്ലാഹുവേ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതെന്നാണ്. അപ്പം കണ്ണൊന്ന് ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, കോടിക്കണക്കിന് അനുഗ്രഹങ്ങളാണ് ഒരു അടിമ അനുഭവിക്കുന്നതെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കണ്ണിങ്ങനെ ചിമ്മി തുറക്കാൻ എത്ര സമയം വേണം? ആ സമയത്തേക്ക് നമ്മുടെ റബ്ബ് നമ്മളെ ഒഴിവാക്കിയ നമ്മൾ മയ്യത്താണ്, പിന്നെ നമുക്ക് ജീവനില്ല. അപ്പം നമ്മൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണോ ഒരാളെ സ്നേഹിക്കുന്നത്, ആ മാനദണ്ഡങ്ങൾക്കൊക്കെ അപ്പുറത്താണ് പടച്ച റബ്ബ്.
നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരാൾ ഒരു കിഡ്നി നമുക്ക് ഡൊണേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുള്ള സമയത്ത് ആകെ കടക്കണിയായി പെട്ടിങ്ങനെ കിടക്കുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചിരുന്നു, ഒരു 10,000 റുപ്യ കടം തരും, അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദിച്ചു, എന്താ എൻ്റെ പ്രശ്നം, കടമുണ്ടോ, എത്ര എനിക്ക് കടം, അപ്പോൾ നമ്മൾ കട എത്ര ഉണ്ടെന്ന് പറഞ്ഞു, 1,00,000 ആയിക്കോട്ടെ, ഏതായാലും എൻ്റെ അക്കൗണ്ട് നമ്പർ വിട്, ഞാൻ എൻ്റെ അയച്ചുതരാമെന്ന് പറഞ്ഞാൽ പിന്നെ മൂപ്പരെ കാണുമ്പോൾ നമുക്കുള്ള സന്തോഷം എത്ര അല്ലേ. നമ്മളെ കുട്ടികളോടൊക്കെ പറയും, ഇതാണ്ടോ ഈ കാക്കയാണ് നമ്മളെ രക്ഷിച്ചത്, ഇതാണ്ടോ മൂപ്പരാണ് അല്ലേ. ഏതെങ്കിലും ഒരു സദസ്സിൽ കണ്ടാൽ നമ്മൾ നീച്ചിക്കും, എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരണേന്ന് പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 1,00,000 രൂപയുടെ കടക്കണി അത് അകറ്റിത്തന്ന ഒരു മനുഷ്യനെ നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നു. നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കണ്ണോ കാലോ എന്തെങ്കിലും ദാനം ചെയ്ത ഒരു മനുഷ്യനെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നു. പക്ഷെ പ്രിയമുള്ളവരെ, വിലയിടാൻ കഴിയാത്ത ഈ അവയവങ്ങൾ തന്ന റബ്ബിനെ നമുക്ക് എത്ര സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കണ്ണിന് 1 കോടി തരാമെന്ന് പറഞ്ഞാലും നമ്മൾ അത് കൊടുക്കുമോ? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് ഇത്ര കോടി തരാമെന്ന് പറഞ്ഞാലും നമ്മളാരും കൊടുക്കൂലല്ലോ. അതിനത്ര വില നമ്മുടെ അടുക്കലുണ്ട്. അപ്പം ഇത്രയേറെ വിലയിടാൻ പറ്റാത്ത അവയവങ്ങൾ തന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ആ റബ്ബിനെ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും വലിയ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അത് ദീനാറും ദിർഹമില്ലാത്ത ആളൊന്നുമല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അനുഭവിക്കാൻ കഴിയാതെ മരിച്ചുപോയവനാണെന്നാണ്. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അനുഭവിക്കാൻ പറ്റാതെ മരിച്ചുപോയി, അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മിസ്കീൻ. ഏതാണ് ആ വിഭവം എന്ന് ചോദിച്ചപ്പോൾ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് പറഞ്ഞത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയലും വ മഹബ്ബത്തുഹു, അള്ളാഹുവിനെ സ്നേഹിക്കലുമാണ്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹിനെ അറിയണം, എന്നിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. എങ്കിൽ ആ റബ്ബിനെ ഏറ്റവും കൂടുതൽ അല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കേണ്ടത് ആ റബ്ബിനെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈമാൻ്റെ ഒരു ഹലാവത്ത് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബിനെയാണെങ്കിൽ നമുക്ക് ഈമാനിൻ്റെ ഒരു മാധുര്യം ഉറപ്പുണ്ടാവും. അത് ഏതിനെ പോയാലും കിട്ടും, അതിനൊരു ഡൗട്ടും ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഏതെങ്കിലും ഒരു രാത്രി ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ബെഡിൽ നിന്ന് ഇങ്ങനെ നീച്ചിരുന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട്, റബ്ബേ ഈ കൈ എന്നാണ്, അല്ല ഈ കണ്ണ് എന്നാണ്, ഈ കണ്ണ് അവയവൊക്കെ നീ തന്നാണ്, എന്താ നിന്നോട് ഞാൻ പറയാം, എന്ത് ശുക്ർ വാചകമാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടൽ മുതലാളി ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നും വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ വന്ന് നല്ലൊരു ഭക്ഷണം വാങ്ങുമെന്നാണ്, അത്യാവശ്യം സമ്പന്നനാണ്. അങ്ങനെ അദ്ദേഹം ആ ഭക്ഷണം ഇങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കും, അത് കഴിച്ചിട്ട് ഉടനെ ഛർദ്ദിക്കുമെന്നാണ്. ഛർദ്ദിച്ച് ആ പ്ലേറ്റിലേക്ക് തന്നെ ആക്കി അദ്ദേഹം അവിടെ മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ ഇതാ ആഴ്ചതോറും ഇങ്ങനെ കാണാൻ നല്ല ഭക്ഷണം മേടിക്കുന്നു, അത് കഴിക്കുന്നു, ഒമക്റ്റ് ചെയ്യുന്നു, ഉടനൊരു പാത്രത്തിൽ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ ഒരിക്കലും ഈ മുതലാളി ചോദിച്ചു എന്നാണ്, അല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഈ ഒരു വാഹനവും എൻ്റെ ഈ വേഷമൊക്കെ കണ്ടിട്ട് നിനക്ക് തോന്നുന്നില്ല ഞാൻ നല്ല അല്ലേ ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല, അള്ളാഹു എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, പക്ഷേ വയറ്റിനുള്ളിൽ ഭക്ഷണം നിൽക്കില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ വയറ്റ് പെട്ടാൽ പെട്ടു, അത്രേ ഉള്ളൂ എന്നാണ്. അപ്പം ഇങ്ങനെ കഴിക്കും, അത് അതുപോലെ ഛർദ്ദിക്കും, ചില സമയങ്ങളിൽ ഛർദ്ദി വരില്ല, അപ്പം അതവിടെ കിടക്കുന്നതാണ്. അൽഹംദുലില്ലാ എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയാതെ ഛർദ്ദിച്ചു പോകുന്നൊരവസ്ഥയാണെങ്കിൽ അതെത്ര വലിയ പ്രയാസമായിരിക്കും. ഇങ്ങനെയൊക്കെ നിഅമത്തുകൾ കൊണ്ട് കോരിച്ചൊരിഞ്ഞു തന്ന ആ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് എത്ര പറ്റുന്നുണ്ട്? അത് പറ്റിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈമാൻ, ഏറ്റവും നല്ല മധുരമുള്ള ഈമാൻ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതല്ലാത്തിടത്തോളം പറ്റില്ല. മഹാനായ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല അദ്ദേഹം കണ്ട ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഒരു ദർസിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയപ്പോൾ 2 മക്കൾ ഒരു പിതാവിനെ ഇങ്ങനെ കൊണ്ടുവരാൻ, വയറിങ്ങനെ വീർത്ത് വലുതായ വളരെ വലിയ വയറ് വീർത്തിട്ടുണ്ട്, അതുമായിട്ട് ഇങ്ങനെ വരിക, നല്ലോണം കരയുന്നുണ്ട് ആ ഉപ്പാന്നാണ്. അങ്ങനെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ മൂത്രം പുറത്തു പോകാത്ത പ്രയാസമാണ്. അപ്പോൾ കുറേ കുഴലൊക്കെ ഇട്ട് നോക്കി എന്നാണ്, മൂത്രം വലിച്ചെടുക്കാൻ നോക്കി. പക്ഷേ അവസാനം ഒരു വലിയ സൂചി അടിവയറ്റിന് താഴേക്ക് കുത്തിയിറക്കി അതിങ്ങനെ വലിച്ചു എന്നാണ്. വലിക്കുമ്പോൾ ചോരയും മൂത്രവും ഒരുമിച്ച് വന്നു എന്നാണ്.
അങ്ങനെ ഇതിങ്ങനെ എടുത്തിങ്ങനെ കളയാൻ. ആ മനുഷ്യൻ, പിതാവ് മക്കളുടെ കൈ ഇങ്ങനെ കടിച്ചു മുറിക്കുന്നുണ്ട്. അത്ര വേദനയാണ് ഞാൻ. അവസാനം ഒരുപാട് മൂത്രം ഒഴിഞ്ഞു പോയപ്പോൾ, ഈ സിറിഞ്ചിലൂടെ മൂത്രം ഇങ്ങനെ എടുത്ത് കളഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ അൽഹംദുലില്ലാ. എന്നിട്ട് ഡോക്ടറെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഞാൻ. മക്കളോട് വല്ലാത്തൊരു സന്തോഷം. ആ മനുഷ്യന് ഭയങ്കരമായൊരു സന്തോഷം. ശരീരത്തിൽ നിന്ന് 3 ദിവസം മൂത്രം ഒഴിഞ്ഞു പോവാത്തതിൻ്റെ പ്രയാസമായിരുന്നു അദ്ദേഹത്തിന്. ആ മൂത്രം ഒന്ന് ഒഴിഞ്ഞു പോയപ്പോൾ പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാ എന്ന്. നമ്മളോ? അതുകൊണ്ടാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്, ഈമാനിൻ്റെ മധുരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അള്ളയാവണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അള്ളാഹുവിൻ്റെ വിധിക്കെതിരാകുന്ന ഒന്നും അപ്പം നമ്മൾ സ്വീകരിക്കൂല. അള്ളാഹുവിൻ്റെ തൃപ്തിക്കെതിരാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എങ്കിലേ ഈമാൻ്റെ മധുരം കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്കാണ് ഏറ്റവും ഈമാൻ കിട്ടുക. രണ്ടാമത്തത് റസൂലിനെയാണ്. അത് ഒരു വലിയ വിഷയമാണ്. അതിലൊറ്റൊരു കാര്യം മാത്രം പറയാം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയും, ഇന്ന് റസൂലിൻ്റെ പേരിൽ എത്ര സ്വലാത്ത് നമ്മൾ ചെല്ലി എന്ന്. നമ്മൾ ആത്മ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അള്ളാൻ്റെ റസൂലിന് വസീലയും ഫദീലയും ഒക്കെ ചോദിക്കലൊക്കെയാണ്. അപ്പോൾ റസൂലിന് വേണ്ടി അള്ളാഹിനോട് നമ്മൾ പറയലാണ്. നമ്മൾ എത്ര തവണ നമ്മൾ റസൂലിന് വേണ്ടി സ്വലാത്ത് ചെല്ലാറുണ്ട്? ഇപ്പം ഇന്നലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ എത്രത്തോളം റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും നമ്മളെ മറന്നിട്ടില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലിൻ്റെ മുഖത്തിങ്ങനെ നോക്കിയപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല, എന്ന് വെച്ചാൽ തിരക്കൊന്നുമില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലി, റസൂൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമത് മിൻ ദംബിഹാ വമാ തഅഖറത് വമാ അലനത് വമാ അസറത്. അല്ലാഹുവേ, ആയിഷയുടെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കണം. മുന്നോട്ട് ചെയ്തതും പിന്നോട്ട് ചെയ്യുന്നതും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്യുന്നതും, ഈ പാപമൊക്കെ പുറത്തു കൊടുക്കണം എന്നാണ്. ഉടനെ ആയിഷ ബീവി കേട്ടപ്പോൾ ഭയങ്കര ചിരിച്ചു. അങ്ങോട്ട് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കാന്ന് പറഞ്ഞില്ല, അങ്ങനെ ചിരിച്ച് മുഖം അങ്ങനെ മടിയിലേക്ക് താഴ്ന്നു എന്നാണ്. അത്ര ചിരിച്ചു സന്തോഷം കൊണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, യസ്റുക്കി ദുആഇ യാ ആയിഷ, ആയിഷ ഞാൻ പ്രാർത്ഥിച്ചത് നിനക്ക് ഇഷ്ടമായോ, സന്തോഷമായോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയും, റസൂൽ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? കാരണം നിങ്ങൾ അള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹ് സ്വീകരിക്കൂലേ, പിന്നെ എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കാനാണ്? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ ആയിഷ നീ അറിയണം, എൻ്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ സുജൂദിലും ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. മുസ്ലിം സമൂഹത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സുജൂദിൽ പോലും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? നമ്മൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഒരിക്കൽ പോലും നമ്മളെ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടില്ലാത്ത, ഏതോ കളിക്കളത്തിൽ കാലുകൾ കൊണ്ട് മാന്ത്രിക കാര്യങ്ങൾ തീർക്കുന്ന ഏതെങ്കിലും ഒരു കളിക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്. അവൻ കേരളത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു, അതിൻ്റെ താഴെ പോയി കമൻറ്റുകൾ ഇടുന്നു, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമ്മളെ ഓർത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എത്ര സ്നേഹിച്ചിട്ടുണ്ട്? ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ താടി രോമങ്ങൾ മുഖത്തു വരും. ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം കയറ്റി കൊടുക്കാൻ നമുക്കൊരു മടി ഉണ്ടാവില്ല. ലോകം എത്ര പരിഹസിച്ചാലും, എത്ര 6-ാം നൂറ്റാണ്ടിൻ്റെ ചാപ്പ കുത്തി നമ്മളെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞാലും ഒരിക്കലുമില്ല, എനിക്ക് എൻ്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് എൻ്റെ ഇഷ്ടമെന്ന് പറയാൻ നമുക്കാർക്കും മടി ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹാന്മാരെ, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മാ ഹബ്ബ മുഅ്മിനുൻ റബ്ബഹു ഇല്ലാ തഅല്ലഖ ബില്ലാഹി ഫീ കുല്ലി ഷൈഇൻ യഫ്അലുഹു വയഖൂലുഹു. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കിനെയും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെയും നമ്മളൊന്ന് സ്ഫുടം ചെയ്തെടുക്കും, അതിനൊന്ന് ഫിൽട്ടർ ചെയ്യും. എൻ്റെ റബ്ബിന് ഇഷ്ടമാണോ എന്നാൽ നമ്മളത് ചെയ്യും, അല്ലേ? സാധാരണ കല്യാണം കഴിഞ്ഞാൽ ചില ആളുകൾ ഡ്രസ് കോഡ് മാറാറുണ്ട്. അതുവരെയുള്ള രൂപത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ മാറും. അല്ല, എനിക്കിപ്പോൾ ഈ കളറ് തീരെ ഇഷ്ടം ഉണ്ടാകുന്നില്ലല്ലോ, അപ്പം എന്താ ചെയ്യപ്പെടും? നിങ്ങൾക്കിപ്പോൾ എന്താ ഇഷ്ടം എന്നാണ്, അല്ലേ? അതുവരെ എടുക്കാത്ത ഡ്രസ്സ്, അതുവരെ ഇടാത്ത കളറ് ഇട്ടു തുടങ്ങി. എന്തിൻ്റെ പേരിൽ? തൻ്റെ പ്രിയതമക്ക് ഇഷ്ടം അതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ മാറാറുണ്ട്.
നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ റബ്ബിനെയാണ് ഒരു മുഅ്മിൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവെങ്കിൽ ആ റബ്ബിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാൻ പറ്റുമ്പോൾ അവനാണ് അള്ളാഹുവിനെ സ്നേഹിച്ചവൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം നമുക്ക് ഇങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹ്ക്ക് വേണ്ടി ഒരാളെ സ്നേഹിക്കുക, അൽ ഹുബ്ബു ഫില്ല. അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ? അതൊരു വലിയ വിഷയമാണ്. അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞെന്താ? മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞില്ലേ, എനിക്ക് ഹാറൂനെ എൻ്റെ കൂടെ നിർത്തി തരണം. എന്തിനാണ്? അശ്രികുഹു ഫീ അംരി കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ. എൻ്റെ കൂടെ ഹാറൂനെയും ആക്കി തരണം. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ. നിന്നെ ധാരാളമായി തസ്ബീഹ് ചെല്ലാൻ, നിന്നെ ധാരാളമായി ഓർക്കാൻ. പണ്ഡിതന്മാർ പറയാണ്, ഒരു നല്ല കൂട്ടുകാരൻ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ധാരാളമായി റബ്ബിനെ ഓർക്കാൻ പറ്റും. അതുകൊണ്ട് റബ്ബിനെ ഓർക്കാനുള്ള ഒരു കൂട്ടുകെട്ട് നമുക്കുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്ര കൂട്ടുകാർ നമുക്കുണ്ട്, എത്ര പേരെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വന്തം ഉമ്മാക്ക് ക്യാൻസർ വരുമ്പോൾ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തിട്ട് ആ ലിസ്റ്റിൽ ഇങ്ങനെ ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കാൻ, എൻ്റെ ഉമ്മക്ക് ക്യാൻസറാണ്, നിന്റെ തഹജ്ജുദ് നിസ്കാരത്തിൽ നീ ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ എന്ന് പ്രിയമുള്ളവരെ പറയാൻ നമുക്ക് എത്ര കൂട്ടുകാരുണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ, ദീനിയായ കൂട്ടുകെട്ട്. അങ്ങനെ ഒരു കൂട്ടുകാരുണ്ടെങ്കിലേ നമുക്ക് ഈമാൻ അനുഭവിക്കാൻ പറ്റും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് അതുണ്ടാവുക എന്നത് പ്രധാനമാണ്. മൂന്നാമത്തൊരു കാര്യം, എപ്പോഴും ദീന് വിട്ടുപോകുന്നതിനെ പേടിക്കണം. പ്രത്യേകിച്ച് ഈ ഹദീസ് ഇവിടെ പറയുമ്പോൾ നമ്മൾ ഈ കാലത്തെ കൂടി ചേർത്ത് വെക്കാം. സോഷ്യൽ മീഡിയ ഒന്ന് തുറന്ന് 2 സ്ക്രോളിങ്ങിനിടയിൽ യുക്തിവാദികളുടെയും നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെയും ഒരു പോസ്റ്റെങ്കിലും കാണാതെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഏതെങ്കിലും ഒരു FB പേജോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റയിലോ നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ നിരന്തരമായി നമ്മുടെ തലച്ചോറിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നത് യുക്തിവാദമാണ്. അവിടെ പ്രിയമുള്ളവരെ നമ്മൾ നന്നായി പേടിക്കേണ്ട ഒരു വിഷയമാണ് ദീന് കളഞ്ഞു പോകുന്നതിനെ, ദീന് വിട്ടുപോകുന്നതിനെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഈ പരലോകത്തിൽ വിശ്വസിക്കാത്ത ചില ആളുകളുണ്ട്. ആ ആളുകൾ വലാ യസുദ്ദന്നക അൻഹാ മല്ലാ യുക്മിനു ബിഹാ. ഇത്തിബാ, അവനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് എന്താവും? നിങ്ങൾ തുലഞ്ഞു പോകുന്നതാണ് അല്ലാഹു പറഞ്ഞത്. ഫതർദ, അവൻ്റെ ആശയം അവൻ്റെ ദേഹേച്ഛയാണ്. അവൻ്റെ ദേഹേച്ഛകൾക്ക് പിറകിൽ നമ്മൾ പോയാൽ ഫതർദ, നമ്മൾ നശിച്ചു. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ എപ്പോഴും പേടിക്കൊണ്ടൊരു കാര്യം, അൽ ഹൗറു ബഅദൽ ഖൗരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹൗരി ബഅദൽ ഖൗർ. നന്നായ ശേഷം ചീത്തയാവുക, നന്നായ ശേഷം ചീത്തയാവുക, തൗബ ചെയ്ത ശേഷം വീണ്ടും തെറ്റിലേക്ക് പോവുക. നമ്മൾ നല്ലോണം പേടിക്കണം. ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് എപ്പോഴും ഈമാൻ നിലനിർത്താൻ പറ്റും, ഈമാൻ്റെ മധുരം അനുഭവിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈമാൻ്റെ മധുരം അനുഭവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈമാനിൻ്റെ മധുരം അനുഭവിക്കുന്നതിൽ തടസ്സമായി നിൽക്കുന്ന ഒന്ന് ഖദറിൽ വിശ്വാസം കുറയലാണ്. മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്തൊരു ഉപദേശമുണ്ട്. ഹദീസിൽ സ്വഹീഹായി വന്നതാണ്. യാ ബുനയ്യ ഇന്നക ലൻ തജിദ തുഅമ ഹഖീഖത്തൽ ഈമാൻ ഹത്താ തഅലമ അന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു മോനോട് പറയാണ്, മോനെ, നിനക്ക് ഈമാനിനെ അനുഭവിക്കാൻ പറ്റൂല, ഈമാനിൻ്റെ മധുരം നിനക്ക് കിട്ടൂല. ഏതുവരെ? നിനക്ക് ബാധിച്ചതൊക്കെ നിനക്ക് ബാധിക്കാനുള്ളതാണ് എന്നും നിനക്ക് നഷ്ടമായതൊക്കെ നിനക്ക് നഷ്ടപ്പെടാനുള്ളതാണ് എന്നും മനസ്സുറച്ചാലൊഴികെ. ഖദറിലുള്ള വിശ്വാസം ക്ലിയർ ആവാതെ നമുക്കൊരിക്കലും ഈമാൻ നിലനിൽക്കാൻ പറ്റില്ല. ഇക്കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത്, അദ്ദേഹം വളരെ സജീവമായി ദീനീ രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു പ്രവർത്തനത്തിനുമില്ല. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, അല്ലാഹു ആലം, അറിഞ്ഞത് തുടർച്ചയായി പെൺകുട്ടികളുണ്ടായി. അപ്പോൾ ആ 3 കുട്ടികൾ പെൺകുട്ടികൾ പിന്നെയും പെൺകുട്ടിയായതിൽ ആകെ തളർന്നു എന്നാണ്. ദീനിൻ്റെ ഒരു ഷിയാർ ഇല്ലാത്ത അവസ്ഥയായി, പള്ളിയിൽ പോലും വരാത്ത അവസ്ഥയായി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഖദറിലുള്ള വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഈമാൻ മുന്നോട്ടുണ്ടാകാൻ കഴിയില്ല. അതുകൊണ്ട് ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ പറ്റൂല. അപ്പോൾ അവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ചരിത്രത്തിൽ 7 തവണയോളം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചത്.
7 തവണയോളം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. ഡമസ്കസിലെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി, കോട്ടയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും ജയിലിലിടുന്ന സമയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞു എന്നാണ്, റഹ്മാനായ റബ്ബേ, ഈ കോട്ട മുഴുവൻ നിനക്ക് സ്വർണം തന്നാലും നീ തന്ന നിഅമത്തിന് പകരമാവില്ലല്ലോ എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ ഇപ്പം നിഅമത്ത്? 7 തവണയോളം ജയിലിൽ അടക്കപ്പെട്ടു. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് സുജൂദിൽ പ്രാർത്ഥിച്ചിരുന്നത് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, പടച്ചോനെ നിനക്ക് ശുക്ർ ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ എന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, ഇത്രയേറെ പ്രയാസങ്ങൾക്കിടയിലും എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ശരിക്കും വിലങ്ങിടപ്പെടുക എന്ന് പറഞ്ഞാൽ, ജയിലിലിടപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ശരീരം ജയിലിലിടലല്ല, റബ്ബിൽ നിന്ന് കൽബ് ജയിലിലിടലാണെന്നാണ്. മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിൽ നിന്ന് എന്ത് ചെയ്യുക? പൂട്ടി വെക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള ഹബസ്, യഥാർത്ഥത്തിലുള്ള തടവറ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം എന്ത് ചെയ്യരുത്? അള്ളാഹുവിൽ നിന്ന് പൂട്ടി വെക്കപ്പെടരുത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ, ഇത്തഖദത ബദനക ഖബറൻ വത്തഖദത ജനാസതൻ ഖൽബൻ. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ശരീരം ഒരു ഖബറും, എന്നെ ഒരു വല്ലാതെ സ്വാധീനിച്ചൊരു വാക്കാണ്, അത് വായനയിലൂടെ അങ്ങനെ കടന്നുപോയൊരു വാക്കാണ്. ശരീരം ഒരു ഖബറും അതിനുള്ളിലെ മയ്യത്ത് ഹൃദയവും. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് എന്നാണ്. ശരീരം ഒരു ഖബറ്, അതിനുള്ളിൽ കിടുത്ത് വെച്ച മയ്യത്ത് അവൻ്റെ കൽബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അതുകൊണ്ട് റബ്ബ് എന്തു തീരുമാനിച്ചോ അതെനിക്ക് വരാനുള്ളതാണ്, അൽഹംദുലില്ലാ പറയാൻ പറ്റണം. ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുള്ളയെ കുറിച്ച് ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത്, ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുള്ളയുടെ കാല് മുറിക്കപ്പെട്ട ദിവസത്തിൽ ആ കാലിങ്ങനെ എടുത്തു വെച്ച് അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാ പടച്ചോനെ, 2 കൈ തന്നു, 2 കാലും തന്നു, ഇത്രയും കൊല്ലം 2 തന്നിരുന്നു, ഒന്നെടുത്തു, ബാക്കി അബ്ഖൈത സലാസൻ, 3 എണ്ണം എപ്പോഴുണ്ട്. 7 മക്കളിൽ ഒരു മകൻ മരിച്ച അന്ന് അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ റബ്ബേ, നീ 7 മക്കളെ തന്നു, അബ്ഖൈത സിത്തൻ, ഇപ്പോഴും 6 എണ്ണം എൻ്റെ കയ്യിലുണ്ടല്ലോ, 1 എടുത്തുള്ളൂ എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഈമാൻ. ഈമാനിൽ ഖദറിൻ്റെ വിശ്വാസം വളരെ പ്രധാനമാണ്. അതില്ലാത്തിടത്തോളം പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും ഈമാനിൻ്റെ ഹഖീഖത്ത്, അതിൻ്റെ ഒരു ഹലാവത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഖദറിൽ വിശ്വാസം ഉറപ്പിക്കുക. എന്തു വന്നാലും എന്തെന്നെ സംഭവിച്ചാലും റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനമാണ് എന്ന് നമ്മൾ നന്നായി നമ്മളെ പഠിപ്പിക്കുക. സഹോദരങ്ങൾ, ഞാൻ വളരെ പെട്ടെന്ന് 2 വിഷയത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈമാൻ കുറയുന്നതിൻ്റെ ചില അടയാളങ്ങളും അത് പരിഹരിക്കാനുള്ള ചില മാർഗങ്ങളുമാണ്. ഈമാൻ കുറയുന്നതിൻ്റെ, ദുർബലമായി എന്നതിൻ്റെ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ, തിന്മകളോടുള്ള നമ്മുടെ ആ ഒരു ഗൗരവം കുറഞ്ഞു പോവുക. തന്നെയാണ് ഒന്നാമത്തെ അടയാളം. കാരണം ഈമാനിന് താരീഫ് പറയുമ്പോൾ, നിർവചനം പറയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ നിർവചനം, യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. നന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറയും. അപ്പോൾ തിന്മകളോട് നമ്മുടെ ഗൗരവം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഈമാൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സുഹൃത്ത് ഗത്യന്തരമില്ലാതെ പലിശ ഒരു ലോൺ എടുത്തു, അവസാനം ഗൾഫ് പോയിട്ട് അദ്ദേഹത്തിന് ഈ എടുത്ത ലോണ് അദ്ദേഹത്തിന് അറിയാം അത് പലിശയാണ്, ഹറാമാണ്. അതുകൊണ്ട് തന്നെ മനസ്സമാധാനം ഇല്ലാണ്ടായി. അത് ഉടനെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ആ ലോണ് തിരിച്ചു കെട്ടി, അത് കൊടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കി, അതാർക്കാ പറ്റുള്ളൂ? ഒരു തെറ്റിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിങ്ങനെ പറയുന്നതാണ്, പടച്ചോൻ ഇത് എനിക്ക് പറ്റാത്തൊരു പരിപാടിയാണല്ലോ ഞാൻ ചെയ്തത്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം. മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലേ, ആളുകൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അപ്പം അള്ളാഹനെ ഓർക്കുന്നാൻ, എന്നിട്ട് ഉടനെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നാൻ. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് തിന്മകളോടുള്ള ആ ഒരു ഗൗരവം കുറഞ്ഞു വരുന്നെങ്കിൽ, പണ്ടൊക്കെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഇത്തിരി കേട്ടാൽ മതി, ഓ പറ്റൂല, ഹറാം, ഓഫാക്ക് എന്ന് പറഞ്ഞിരുന്നത് നമ്മളിപ്പോൾ സ്റ്റാറ്റസിൽ പാട്ട് കേൾക്കണു, സ്ക്രോൾ ചെയ്യുമ്പോൾ റീൽസിലൂടെ, അല്ലേ, ചില ആളുകൾ പ്രസംഗം കേൾക്കുക, റീൽസിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ടാവും. അത് ബിസ്മി ചൊല്ലിയിട്ട് കള്ളുടിക്കാൻ പറ്റുമോ ചോദിച്ച മാതിരിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പ്രസംഗമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ നമ്മളെങ്ങനെ കേൾക്കും? മ്യൂസിക് ഒരു വിശ്വാസിക്ക് പറ്റാത്തതാണെന്ന് നമുക്കൊക്കെ അറിയാലോ. അപ്പം അവിടെ നമുക്ക് അതിനോടുള്ള ഒരു ഗൗരവം,
അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ കുറഞ്ഞിട്ടുണ്ട്, അത് അതിൻ്റെ അടയാളമാണ്. സ്വഹാബത്ത് കള്ള് ഹറാമാക്കിയ സമയത്ത് സ്വഹാബത്ത് ഇങ്ങനെ ആശങ്കപ്പെട്ടു എന്നാണ്. അത് അറിയാതെ മരിച്ചുപോയ ആളുകളുണ്ട്, ഇതറിയാതെ കുടിച്ചവരുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, സൂറത്തു മാഇദയിലെ 93-ാമത്തെ ആയത്ത്, ലൈസ അലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ജുനാഹും ഫീമാ തുഇമു ഇദാ മത്തഖൗ വആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സുമ്മത്തഖൗ വആമനൂ സുമ്മത്തഖൗ വഅഹ്സനൂ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, സ്വഹാബത്ത് പേടിച്ചു എന്നാണ്. അവരറിയാണ്ട് കുടിച്ചതാണ്, വിധി വന്നു, ഹറാമാണെന്ന് വന്നു. അപ്പം കഴിഞ്ഞ ആ തെറ്റിനെ കുറിച്ച് പടച്ചോനെ ഞാൻ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുമോ, എന്താണ് അവസ്ഥ എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അള്ളാഹ് ആയത്തിറക്കി. അത് ഇനി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട, ഇനി എന്ത് ചെയ്താൽ ഈ തഖ്വയോടെ അമലു സ്വാലിഹാത്ത് ചെയ്ത് ഇഹ്സാൻ ചെയ്ത് ജീവിച്ചാൽ മതി. അള്ളാഹ് ഇഹ്സാൻ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതോടുകൂടി സമാധാനമായി എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു രംഗത്ത് ഒരു തിന്മയെ അതിൻ്റെ ഏറ്റവും സീരിയസിൽ കാണാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ നിലനിർത്താൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ ഈമാൻ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഹൃദയം കഠിനമായി പോവുക. ഇപ്പോൾ മരണത്തെക്കുറിച്ചൊരു കുത്തുബ കേൾക്കുമ്പോൾ പണ്ടൊക്കെ നമുക്കിങ്ങനെ അതിങ്ങനെ കേട്ടാൽ തന്നെ ഒരു കരച്ചിലും ഒരു പേടിയും, പിന്നെ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ആ ഒരു പേടിയും ബേജാറും വരുന്നുണ്ട്. അഥവാ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് തട്ടാതിരിക്കുക എന്നുള്ളത് വലിയൊരു ശിക്ഷയാണ്. അള്ളാഹ് തരുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈമാൻ കുറഞ്ഞു പോകുമ്പോൾ, നിങ്ങൾ യൂട്യൂബിൽ നോക്കി ഈമാൻ കുറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ബഹുമാൻ ഹാരിസ് ബിൻ സലീമിൻ്റെ ഒരു സംസാരമുണ്ട്. ഈമാൻ കുറയുമ്പോൾ കേൾക്കുക എന്നാണ് അതിൻ്റെ തംനയിൽ തന്നെ. നമ്മൾ അത് കേട്ടിട്ടും നമുക്കൊരു ഫീലിങ്സും ഇല്ലെങ്കിൽ അത് വല്ലാത്തൊരു അപകടമാണ്. നമ്മൾ തെറ്റിലിങ്ങനെ പോയിട്ട് നമുക്കൊരു മടങ്ങടങ്ങനെ തോന്നുമ്പോൾ നമ്മളൊരു യൂട്യൂബ് കയറിയിട്ട് ഹാരിസ് മൗലവിൻ്റെ ഒരു പ്രസംഗം കേൾക്കുന്നു, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു ദീന് ഈമാൻ കൂടുന്ന ഏതെങ്കിലും ഒരു പ്രസംഗം നമ്മൾ ഇരുന്ന് കേൾക്കുമ്പോൾ അതൊന്നും നമ്മുടെ മനസ്സിക്ക് തന്നെ കൊള്ളുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കഠിനമായി പോവുക. ഒരു മയ്യത്ത് കാണുമ്പോഴും ഞാൻ പടച്ചോനെ നാളെ ഇനിയിപ്പോൾ ഞാനിങ്ങനെ ആവോ, മറ്റന്ന് എൻ്റെ മയ്യത്ത് കൊണ്ടുപോകോ, ഇതൊന്നും നമുക്കൊരു ഓർമ്മയില്ല, നമുക്കൊരു പിടുത്തമില്ല. അതൊരു ഹൃദയ കാഠിന്യത്തിൻ്റെ അടയാളമാണെന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ഭരണത്തിൻ്റെ തിരക്കിനിടയിൽ രാത്രി പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടുന്നാണ്. എന്നിട്ട് അവരിരുന്ന് മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈമാൻ കുറഞ്ഞു എന്നതിൻ്റെ അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളമാണ് മനസ്സ് കഠിനമായി പോവുക. അഥവാ ഉപദേശങ്ങളൊന്നും കേട്ടിട്ടും അതല്ലെങ്കിൽ ഉപദേശങ്ങൾ കൺമുമ്പിൽ കണ്ടിട്ടും, ഒരു മയ്യത്ത് ഒരു ഉപദേശമാണ്, അൽ മൗതു വാഇദുൻ, മരണം ഒരു ഉപദേശകനാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമുക്ക് ഒരു മടക്കമുണ്ട്, ഞാനും നാളെ ഇങ്ങനെ ഖബറിൽ പോയി കിടക്കേണ്ടവനാണ്, അതുകൊണ്ട് എനിക്കൊക്കെ ഒരു മാറ്റം നിർബന്ധമാണ്. ഇങ്ങനെ ഒന്നും മനസ്സിലേക്കൊരു ചിന്തയോ ഒരു പുനർവിചിന്തനമോ ഒന്നും വരാത്തൊരവസ്ഥ, അത് നമ്മുടെ ഹൃദയം രോഗിയായിട്ടുണ്ട് എന്നും അത് കല്ലിന് സമാനമായിട്ടുണ്ട്, അല്ല കല്ലിനേക്കാൾ അപ്പുറത്ത് കാഠിന്യം വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമുല്ല അവരിങ്ങനെ ഇരുന്ന് മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു ജനാസ മുന്നിലുള്ളതുപോലെ അവർ കരയുമായിരുന്നു. മരണത്തിനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു ജനാസ മുന്നിലിരിക്കുന്നത് പോലെ അവർ പൊട്ടിക്കരഞ്ഞിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയുള്ളൂ. എനിക്ക് എൻ്റെ കാര്യം അറിയാം. ഇപ്പം ഞാനൊരു ഖുതുബ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു ഇമാമിൻ്റെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിക്ക് അതൊരു സ്വാധീനമില്ലെങ്കിൽ എൻ്റെ ഹൃദയം കാഠിന്യമായി എന്നതിൻ്റെ അടയാളമാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും അതൊരിക്കലും പുറമേന്ന് ഒരാൾക്ക് പ്രഷർ കുറഞ്ഞു എന്നും ഷുഗർ കുറഞ്ഞു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് അറിയും, അത് വായിൽ ഇത് ഇട്ട് കൊടുക്കുന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഈമാൻ കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അള്ളാൻ്റെ കയ്യിലും ഇങ്ങൾക്കും അറിയുന്ന കാര്യമാണ്, ഞമ്മക്കറിയുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യുക, നന്നായി ഒന്ന് നമ്മൾ വിലയിരുത്തുകയാണ്. മൂന്നാമത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം മടി, നല്ല അലസത. അത് ഈമാൻ കുറയുന്നതിൻ്റെ അടയാളമാണ്. ഇപ്പോൾ ഈമാനുള്ള ഒരാൾ എപ്പോഴും ഉന്മേഷവാനായിരിക്കുന്നതാണ്. ഇപ്പം ഹദീസിൽ കാണാം, ഒരാളുടെ
ശരീരത്തിൽ 3 കെട്ടുകൾ പിശാചിടും. ആ കെട്ടുകൾ അഴിക്കുന്നത് ഒരാൾ ദിക്ർ ചൊല്ലുന്നതോടുകൂടി, അതേപോലെ തന്നെ ഉളു എടുക്കുന്നതോടുകൂടി, 2 റക്അത്ത് ആ സുബ്ഹ് നിസ്കരിക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ ഉറക്കിൽ നിന്നുള്ള ഉണരുമ്പോഴുള്ള ആ ദിക്ർ ചൊല്ലുമ്പോഴും, അതേപോലെ തന്നെ ഉളു എടുക്കുമ്പോഴും, നിസ്കാരം കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്ന് 3 കെട്ടഴിഞ്ഞു എന്നാണ്. ആ സമയത്ത് റസൂൽ പ്രയോഗിച്ച ഹദീസിലൊരു പ്രയോഗമുണ്ട്, അസ്ബഹ നശീതൻ, അവൻ ഉന്മേഷത്തോടു കൂടി ഉണർന്നു എന്നാണ്. അപ്പം ആർക്കാണ് മടി ഉണ്ടാവുക? മടി ഉണ്ടാവുക ഈമാൻ കുറയുന്നതിൻ്റെ ഒരു അടയാളാണ്. അതല്ല എങ്കിൽ ഹദീസിൽ കാണാം, മടിയനായിക്കൊണ്ട് ഈമാൻ ഇല്ലാത്ത അവസ്ഥയിൽ ഉണരും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമുക്ക് മടി വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം അല്ലേ. 5 വക്ത് നിസ്കാരം തന്നെ നമുക്ക് ഏറ്റിയാ പൊങ്ങാത്തൊരു പരിപാടിയായി തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ സുന്നത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. സുന്നത്ത് നിസ്കാരം എത്ര നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയും? വിത്ർ 1 റക്അത്ത് നിസ്കാരം അല്ലേ, അതുപോലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമുള്ള പറയുന്നുണ്ട്, വിത്ർ നിസ്കരിക്കാത്തവനൊക്കെ അവൻ്റെ ഷഹാദത്ത് പോലും കബൂൽ ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം അള്ളാഹു പറഞ്ഞു അള്ളാഹ് ഒറ്റയാണ്, അള്ളാഹ്ക്ക് ഒറ്റയാക്കുന്നത് ഇഷ്ടമാണ്. 1 റക്അത്ത് നിസ്കരിക്കാൻ 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. ആ 5 മിനിറ്റ് പോലും വേണ്ടാത്ത ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ ഒരു മനുഷ്യന് തോന്നുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ റഗ്ബത്തുൽ ഖൈർ എത്ര ഉണ്ടാവും, അവൻ ഖൈറിനേക്ക് എത്ര പ്രതീക്ഷ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളൊരു മടിയനായിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തിയാൽ നമുക്ക് ഈമാൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ 5ാമത്തൊരു കാര്യം, നാട്ടിൽ ഒരുപാട് തെറ്റടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുമ്പിൽ കുറേ തെറ്റ് നടക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഫീലിംഗ്, ഒരു ദേഷ്യമോ അത് എതിർക്കണമെന്നോ ഒന്നും തോന്നാത്തൊരവസ്ഥയാണെങ്കിൽ ഈമാൻ കുറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആ തെറ്റിനോട് വെറുപ്പ് വെക്കുക എന്നത് വദാലിക അദ്അഫുൽ ഈമാൻ, ഈമാൻ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ എന്താ? കൺമുമ്പിൽ ഒരു തെറ്റ് കാണുന്നു, ആ തെറ്റിനെ നമുക്ക് നമ്മുടെ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ദുർബലമായ ഈമാനിൻ്റെ അവസ്ഥ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പം ഏറ്റവും പൂർണ്ണമായ ഈമാനിൻ്റെ അവസ്ഥ എന്താ? കൈകൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ തടുക്കണം. അത് എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ പറ്റും, നമ്മളുള്ളിടത്ത് പറ്റും. ഈ രാജ്യത്ത് അങ്ങനെ ഇല്ലല്ലോ, അത് ഭരണാധികാരികൾ ചെയ്യേണ്ടതാണ്. പക്ഷെ നാവ് കൊണ്ട് പ്രബോധന സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. എന്തെല്ലാം തോന്നിവാസങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രിയമുള്ളവരെ, ഈ ദഅ്വാ രംഗത്ത് ഞാൻ ഉണ്ടാവണമെന്ന്, ഞാൻ ഈ നന്മയുടെ പ്രബോധകനായി മാറണം. തിരമാലകൾ കണക്കെ ദിനം പ്രതി തെറ്റുകളുടെ കൂമ്പാരങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ഞാൻ അതിന് എതിരെ നിൽക്കാൻ എൻ്റെ ഈമാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പം ദഅ്വാ രംഗത്ത് നമ്മൾ ഉണ്ടെങ്കിൽ അതൊരു ഈമാൻ്റെ അടയാളാണ്, ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളം. ദഅ്വാ രംഗത്ത് നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ തിന്മകളെ എതിർക്കുക എന്നുള്ളതോട് ആ മനസ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. അപ്പോൾ ലൊഅഫുൽ ഈമാൻ, ഈമാനിൻ്റെ ഒരു ചെറിയ അംശം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, മനസ്സുകൊണ്ടെങ്കിലും, ഒരു ഈബത്ത് പറയുന്ന സദസ്സിലിരിക്കൂല, ഒരു തോന്നിയാസമുള്ളിടത്ത് പാട്ടും കൂത്തും സംഗീതവും എല്ലാം ഉള്ളിടത്ത് ഒരു വിശ്വാസം എങ്ങനെ ഇരിക്കുക? നമുക്കെങ്ങനെ ഇരിക്കാൻ പറ്റുക? മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് അംഗീകരിച്ചിരിക്കാൻ പറ്റും? ഇല്ല. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ ഈമാൻ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ തിന്മകൾ മുന്നിൽ കണ്ടിട്ടും മനസ്സുകൊണ്ട് അതിനെ എതിർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ നന്നായി കുറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 6ാമത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ പിശുക്ക് വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിശുക്കും ഈമാനും ഒരു ഹൃദയത്തിൽ ഒരുമിക്കില്ല. അസ്വദഖത്തു ബുർഹാനുൻ, സ്വതക്ക തെളിവാണെന്നാണ്. എന്താ സ്വതക്ക തെളിവാണെന്ന് പറഞ്ഞാൽ? അസ്വലാത്തു നൂറുൻ, നിസ്കാരം വെളിച്ചമാണ്. വസ്സബ്റു ദിയാഉൻ, ക്ഷമ പ്രകാശമാണ്. വസ്വദഖത്തു ബുർഹാനുൻ, സ്വതക്ക തെളിവാണ്. എന്തിൻ്റെ തെളിവാണ്? അല സിദ്ഖി ഈമാനിഹി, അവൻ്റെ ഈമാൻ സത്യസന്ധമാണ് എന്നതിൻ്റെ തെളിവാണ് സ്വതക്ക എന്നുള്ളതാണ്. മദീനയിൽ മുനാഫിക്കുകളെ വേർതിരിക്കാനുള്ള അടയാളം സ്വതക്കയായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്ക് അള്ളാൻ്റെ എന്തെങ്കിലും ഒരു പള്ളിൻ്റെ മാർഗത്തിലോ ദഅ്വാ മാർഗത്തിലോ ചോദിച്ചു വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരു പാവപ്പെട്ട മനുഷ്യൻ പ്രയാസപ്പെടുന്നു എന്നറിയുമ്പോൾ അയാൾക്കൊരു നമ്മെക്കൊണ്ട് കഴിയുന്നൊരു 10 രൂപയാണോ ആ 10 രൂപ അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിൻ്റെ ഒരു തെളിവാണ്. രോഗിയായി ഏതെങ്കിലും ICUയിലും വെന്റിലേറ്ററിലും കിടക്കുന്ന മനുഷ്യരുടെ ഫോട്ടോ ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ പടച്ചോനെ കൊടുക്കാൻ ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഒരു 5 രൂപയെങ്കിലും ഞാൻ അയക്കട്ടെ എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ അടയാളാണ്. അത് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ
നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നന്മകളെ നിസ്സാരമായി കാണുക ഏഴാമത്തെ ഒരു കാര്യമാണ്. നന്മകളെ നിസ്സാരമായി കാണുക അത് ഈമാൻ കുറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ സ്വർഗത്തേക്ക് പോയത് അയാളിങ്ങനെ വഴി കൂടെ നടക്കുമ്പോൾ ഒരു മരത്തിൻ്റെ കഷ്ണം അവിടെ കിടക്കുന്നുണ്ട്, കുറേ മുള്ളൊക്കെ ഉണ്ട്, അതങ്ങോട്ട് മാറ്റിയിട്ടു എന്നാണ്. അതങ്ങോട്ട് മാറ്റിയിട്ടു, ഗഫറല്ലാഹു ലഹു, അള്ളാഹുവിന് പുറത്തു കൊടുത്തു. അതുകൊണ്ട് സലഫുകൾ വളരെ ചെറിയ കാര്യങ്ങളെ വളരെ ഗൗരവത്തിൽ ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 കൂലിയാണ്, 30 കൂലിയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20 കൂലിയാണ്. ആ ഒരു സലാം പറയാൻ പോലും നമ്മൾ മടിച്ചു പോകുന്നെങ്കിൽ ഖൈറിൽ സുഹൃത്തുക്കളെ നമുക്ക് എത്ര താല്പര്യമുണ്ട്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, നന്മയിൽ ഒന്നിനെയും നീ നിസ്സാരമാക്കരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹി തുൽഖിൻ, നല്ല പുഞ്ചിരിയുള്ള മുഖവുമായി ഒരാളെ കണ്ടുമുട്ടാൻ പറ്റിയാൽ അതുപോലും നമുക്ക് വല്ലാത്ത കൂലി കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നന്മയെയും നമ്മൾ ചെറുതാക്കരുത്. പള്ളിയിലേക്ക് വലത് കാല് വെച്ച് കയറുക, അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് ഇറങ്ങുക, ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന, ഇങ്ങനെ ഒരുപാട് നന്മ നമുക്കറിയാം. അതൊന്നും നമ്മൾ നിസ്സാരമായി കാണുന്ന അവസ്ഥ ഉണ്ടാവരുത്. നബി ഈ ഹദീസ് പറഞ്ഞ ശേഷം എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർഗത്തിൽ പോയ മനുഷ്യനെ കുറിച്ച് ഹദീസ് പറഞ്ഞ ശേഷം നബി ആ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? ഒന്നാമത്തെ സൊഫിന്റെ വിഷയമാണ്. ഒന്നാമത്തെ സൊഫും ബാങ്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, പലപ്പോഴും പല ആളുകളും വളരെ നിസാരമായി കാണുന്ന ഒന്നാണ്. എല്ലാവരും ആണെന്നല്ല പറയുന്നത്. ചിലരൊക്കെ ഈ ക്ലീനറിനെ പോലെ കയറിക്കോ പറയും, ബാക്കിൽ നിൽക്കാൻ അല്ലെ, മുമ്പ് അങ്ങോട്ട് കയറിക്കോ ഇങ്ങോട്ട് കയറിക്കോ എന്ന്. നമുക്ക് കയറി നിന്നൂടെ ആ ഒന്നാമത്തെ സൊഫ്? അതിന് അത്ര വലിയ പ്രതിഫലമുണ്ട്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ കൺമുമ്പിൽ വലുതാണ്. ചെറിയ തിന്മകൾ നമ്മുടെ മുൻമുമ്പിൽ വലിയ തിന്മയാണ്, ചെറിയ നന്മകൾ നമ്മുടെ കൺമുമ്പിൽ വലിയ നന്മയാണ്. ഇങ്ങനെ നമ്മുടെ ഒരു മനസ്സ് പാകപ്പെടുമ്പോൾ നമുക്ക് ഈമാനുണ്ട്. അതല്ല എങ്കിൽ നമ്മുടെ ഈമാൻ നന്നായി കുറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരുപാട് 10ഓളം കാര്യങ്ങളുണ്ട്. 8ാമത്തെ ഒരു കാര്യം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുന്നു എന്നത് ഈമാൻ കുറയുന്നതിൻ്റെ അടയാളാണ്. അദ്മു ഇഷ്ആരിൽ മസ്ഊലിയ. നമ്മൾ കുറേ ഉത്തരവാദിത്തമുള്ളവരിക്കും. സെക്രട്ടറി ഉണ്ടാവും, പ്രസിഡന്റ് ഉണ്ടാവും, നേതൃത്വം കൺവീനർ ഉണ്ടാവും, അതേപോലെ തന്നെ ശാഖ സ്റ്റുഡൻസിൻ്റെ പ്രസിഡന്റ് ഉണ്ടാവും. അങ്ങനെ പല ഉത്തരവാദിത്തം ഉണ്ടാവും. നമുക്ക് ദഅവ കൺവീനർ ഉണ്ടാവും, അല്ലേ? നമ്മളൊക്കെ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ നാഥൻ എന്നത് ഉത്തരവാദിത്തമാണ്. അങ്ങനെ പല ഉത്തരവാദിത്തമുണ്ട്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹ. ഒരു പെണ്ണ് വീട്ടിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. ഈ ഉത്തരവാദിത്തങ്ങളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധരാണെങ്കിൽ നമ്മുടെ ഈമാൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ നന്നായി പരിശോധിക്കുക. 9ാമത്തെ ഒരു കാര്യം, ഈമാൻ കുറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങാടി ഈമാൻ കുറയുന്നൊരു സ്ഥലമാണ്. ക്ലബ്ബുകൾ ഉറപ്പാണല്ലോ, അവിടെ ഈമാൻ എന്തായാലും കിട്ടൂല. ഇങ്ങനെ ഈമാൻ കുറയുന്ന ഏരിയകൾ, ലഹുൽ ഹദീസ്, വ്യർത്ഥമായ കാര്യങ്ങൾ നടക്കുന്ന, വേണ്ടാത്തരങ്ങൾ നടക്കുന്ന ആ ഏരിയയിൽ നമ്മുടെ സമയം എത്ര നമ്മൾ ചെലവഴിക്കുന്നു, അത് നമ്മുടെ ഈമാൻ കുറഞ്ഞു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഒരാളുടെ തഖ്വ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, തഖ്വ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഉണ്ടാവലാണ്. മഹാന്മാരെ സലഫുകൾ പറയുന്നുണ്ട്, തഖ്വയുടെ വിവരണമായിട്ട്, നീ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നീ ഉണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തിടത്തൊന്നും നീ ഇല്ല. ഇതാണ് തഖ്വ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ് പള്ളി, നമ്മളെത്ര ഉണ്ട്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സുബഹിൻ്റെ ജമാഅത്ത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ദഅവ രംഗത്ത് നമ്മൾ ഉണ്ടാവൽ. ഇൻ തൻസുറുല്ലാഹി യൻസുറുക്കും, നമ്മൾ എത്ര ഉണ്ട്? അങ്ങനെ സഹോദരങ്ങളെ, നമ്മൾ റബ്ബിന് ഇഷ്ടമുള്ളിടത്ത് നമ്മൾ എത്രയുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. എങ്കിൽ നമ്മുടെ ഈമാനിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നന്നായി നമ്മുടെ ഈമാനിനെ ഒന്ന് നന്നായി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഏതായാലും ഈമാൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിലേ നമുക്ക് പരലോകം ലഭിക്കുകയുള്ളൂ, സ്വർഗം ലഭിക്കുകയുള്ളൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ ഒരുപാട് നന്മ ചെയ്ത, ധർമ്മപ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നടന്ന, സാമൂഹ്യ സേവനങ്ങളുടെ മകുടോദാഹരണമായി മക്കയിലെ അറിയപ്പെട്ട മനുഷ്യനാണല്ലോ റസൂലെ. എന്താണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആന്റെ കർമ്മങ്ങൾ കൊണ്ട് അയൻഫഅഹു, അദ്ദേഹത്തിന് വല്ല ഉപകാരം ഉണ്ടാവോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഉണ്ടാവില്ല എന്നാണ്.
ഒരിക്കൽ പോലും അസ്തഗ്ഫിറുല്ലാ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അള്ളാഹുവിൽ വിശ്വാസമില്ല, അള്ളാഹുവിൽ വിശ്വാസമില്ല, ഈമാനില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ കർമ്മങ്ങൾ ഉപകരിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്ക് ഈമാൻ ഉണ്ടാകുമ്പോൾ ചിരിക്കുന്നതിൽ കൂലിയാൻ, വലത് കാല് വെക്കുന്നതിൽ കൂലിയാൻ, വലത് കൈ കൊണ്ട് കൊടുക്കുന്നതിൽ കൂലിയാൻ, പുഞ്ചിരിക്കുന്നതിൽ കൂലിയാൻ, സലാം പറയുന്നതിൽ കൂലിയാൻ, ഒരാളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്നതിൽ കൂലിയാൻ. അതിനൊക്കെ കൂലി നിശ്ചയിക്കപ്പെട്ടത് ഈമാൻ എന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. അത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായി സൂക്ഷിക്കുക. അതോടൊപ്പം അതുണ്ടാക്കാനുള്ള മാർഗങ്ങൾ അറിവ് നേടുക എന്നതാണ്. അതേപോലെ തന്നെ നന്നായി പരിശ്രമിക്കുക. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. അള്ളാഹ് പറയാണ്, നിങ്ങൾ ശ്രമിച്ചോ ഞാൻ തരാം. നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹ് തരാതിരിക്കൊന്നുമില്ല. ഈമാൻ നിലനിർത്താൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ പടച്ചോൻ തരും. ഇതിങ്ങനെ എടുത്തു വെക്കാനുള്ള സാധനമല്ലല്ലോ, അള്ളാഹ് തരും. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. ആരെങ്കിലും എൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കാൻ തയ്യാറുണ്ടോ, അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, ആ സബീൽ ഏറ്റവും നല്ല മാർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പൂതി ഉണ്ടാവണം, നമ്മളെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടാവണം, എൻ്റെ ഈമാൻ നിലനിർത്തണമെന്ന്. എന്നിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് പറയാം. ഇത് ഒരിക്കലും എന്ത് ചെയ്യില്ല, അള്ളാഹ് തരേണ്ട കാര്യമാണ്. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അള്ളയാണ് നിങ്ങളുടെ മനസ്സിന് ഈമാനിനെ അലങ്കാരമാക്കി തന്നത്. അള്ളയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഈമാനിനെ ഇഷ്ടമാക്കി തന്നത്. അപ്പോൾ പടച്ചോനോട് പറയാം, പടച്ചോനെ, എൻ്റെ മനസ്സിൽ ഈമാൻ ഇഷ്ടാക്കണം, എൻ്റെ മനസ്സിൽ തിന്മകളോട് എനിക്ക് വെറുപ്പുണ്ടാക്കി തരണം. അത് പടച്ചോനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതാ. അതുകൊണ്ടാണ് മുൻഗാമികൾ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ സിദ്നി ഈമാന വയഖീന വഫിഖ്ഹ. പടച്ചോനെ, എനിക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാഹുവേ, നിന്നെക്കുറിച്ചുള്ള യഖീൻ, ഉറപ്പ് അതിൻ്റെ മനസ്സിൽ എന്നും നിലനിർത്തി തരണേ. അല്ലാഹുവേ, ഇൽമു വർദ്ധിപ്പിച്ചു തരണേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ സദസ്സ് ഒരിക്കലും മുടക്കാതിരിക്കുക. മൻബ ഉൽ ഈമാൻ, മൻബ ഉ തസ്കിയ, തസ്കിയത്തിൻ്റെ ഉറവിടം, ഈമാനിൻ്റെ ഉറവിടം അത് ഖുർആനിൻ്റെ സദസ്സാണ്. ആ സദസ്സ് നമ്മൾ ഒഴിവാക്കരുത്. ആ സദസ്സ് ഒഴിവാക്കിയോ നമുക്ക് ഈമാൻ കിട്ടില്ല. അതുകൊണ്ട് എല്ലാ നിലക്കും നിസ്കാരത്തിൻ്റെ വിഷയത്തിലും ഖുർആനിൻ്റെ വിഷയത്തിലും പ്രബോധനത്തിൻ്റെ വിഷയത്തിലുമൊക്കെ നമ്മുടെ നാവിൻ്റെ വിഷയത്തിലൊക്കെ ഒരു ശ്രദ്ധ നമ്മൾ നന്നായിട്ട് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മുടെ ഈമാനിനെ നിലനിർത്താനും അത് നഷ്ടപ്പെടുന്ന ദുഷ്പ്രവർത്തിനികളിൽ നിന്ന് വിട്ടുനിൽക്കാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനായി നെറ്റിത്തടം വിയർത്ത് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ മരിക്കുന്നത് വരെ നിലനിർത്താൻ പല രീതിയിലും ഈമാൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. യഖീനോടുകൂടി ജീവിക്കാനും അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിൽ പരലോകത്തിൽ വിജയമുള്ളവരായി തീരാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.